കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്കിലെ പ്രതിസന്ധി തുടരുന്നു. ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ കാരശ്ശേരി സഹകരണ ബാങ്കിനെ CPM-ന് മറച്ചു വിൽക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. സംഘടനാ നടപടിക്ക് വിധേയനായ KPCC അംഗം NK അബ്ദുറഹ്മാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി കോഴിക്കോടും ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധിക്ക് തുടരുകയാണല്ലോ, ഒരു അവസാനമില്ലേ? ക്രിസ്റ്റിന, കാരശ്ശേരി സഹകരണ ബാങ്കിലെ പ്രതിസന്ധി തുടരുകയാണ്. ഏതായാലും AK അബ്ദുറഹ്മാനെ KPCC-യിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് KPCC ഇത്തരം ഒരു നിലപാടുമായി സ്വീകരിച്ചത്. പ്രത്യേകിച്ചും കാരശ്ശേരിയിലെ, അതായത് കോഴിക്കോട് ജില്ലയിലെയും അല്ലെങ്കിൽ മലപ്പുറത്തെ ഒന്നാകെ പ്രധാനപ്പെട്ട ബാങ്കുകളിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള, സാമ്പത്തിക നിക്ഷേപമുള്ള ഒരു ബാങ്കാണ് കാരശ്ശേരി ബാങ്ക്. ഈ ബാങ്കിലെ ഭരണം നടത്തുന്നത് കാലങ്ങളായിട്ട് UDF-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇവിടെ തുടർച്ചയായിട്ട് അധികാരം കൈപ്പറ്റി പോരുന്നത്. എന്നാൽ ഇതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള CPM-ന്റെയും പ്രതിപക്ഷമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ അബ്ദുറഹ്മാൻ ഇതിന്റെ ഭാഗമാവുകയായിരുന്നു. രാഖി രാമാനം 700-ലധികം CPM പ്രവർത്തകർ അല്ലെങ്കിൽ പുതിയ മെമ്പർമാരെ ഈ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് മറ്റ് ഡയറക്ടേഴ്സ് അടക്കം ഒരു പരാതിയുമായി, ആരോപണവുമായി മുന്നോട്ട് വന്നത്. അതിനെ തുടർന്ന് ഗൗരവമായി തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും UDF-ന്റെ നേതൃത്വവും ഈ വിഷയം എടുക്കുകയും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും ഈ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തുള്ള നേരത്തെയുള്ള നിക്ഷേപ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു പ്രതിസന്ധി കൂടി ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളും ഹൈക്കോടതിയിൽ നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക, കൂടുതൽ അധികാര വടംവലികൾ ഉണ്ടാവുക. ക്രിസ്റ്റീന, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.